പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ മുൻപും ആൾക്കൂട്ട വിചാരണ നടന്നുവെന്ന് കണ്ടെത്തൽ. 2019-2021 ബാച്ചുകളിലെ 2 വിദ്യാർത്ഥികളാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. മർദ്ദനത്തിൽ ആന്റി റാഗിംഗ് സ്ക്വാഡ് അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. സിദ്ധാർത്ഥൻ ആദ്യത്തെ ഇരയല്ലെന്ന വിവരമാണ് പുറത്തുവരുന്നത്. 2019-2021 ബാച്ചിലെ വിദ്യാർത്ഥികളെയാണ് ആൾക്കൂട്ട വിചാരണയ്ക്കും മർദ്ദനത്തിനും ഇരയാക്കിയത്. പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിലാണ് മർദ്ദനമുറ. ക്രൂരമർദ്ദനമേറ്റ 2021 ബാച്ചിലെ വിദ്യാർത്ഥിയെ ശരീരത്തിലേറ്റ മർദ്ദനത്തിന്റെ പാടുകളുമായും വരെ ഒരാഴ്ച ഒളിവിൽ പാർപ്പിച്ചു. 2019 ബാച്ചിലെ മറ്റൊരു വിദ്യാർത്ഥിക്കും സമാന വിചാരണ നേരിടേണ്ടി വന്നു. പെൺകുട്ടികളെ ഉപയോഗിച്ചും മർദ്ദനം തുടർന്നു. ഔദ്യോഗികമായി പരാതി നൽകിയ ശേഷമല്ല വിചാരണ. തിരുവനന്തപുരം സ്വദേശിയും SFI ഇതര സംഘടനാ പ്രവർത്തകനുമായ വിദ്യാർത്ഥിക്കെതിരെ വ്യാജ പീഡന പരാതി ഉന്നയിച്ചും പീഡിപ്പിച്ചു. ഒടുവിൽ കോടതിയെ സമീപിച്ചാണ് വിദ്യാർത്ഥി തുടർ പഠനം സാധ്യമാക്കിയത്. സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ ആന്റി റാഗിംഗ് സ്ക്വാഡും കംപ്ലൈന്റ് സെല്ലും മുൻ സംഭവങ്ങളിൽ അന്വേഷണം തുടങ്ങിയതായാണ് വിവരം. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയുണ്ടാകും. അതേസമയം നടന്നത് ഗുരുതര അനീതിയെന്ന പരസ്യപ്രതികരണവുമായി ക്യാമ്പസിലെ വിദ്യാർത്ഥികളിൽ ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തി. സംഭവം ഒതുക്കാൻ SFI ശ്രമിച്ചുവെന്നും ഇതുവരെ കാര്യങ്ങൾ തുറന്നു പറയാതിരുന്നത് വ്യക്തിപരമായ വൈകാരികത മൂലമാണെന്നുമാണ് പൂക്കോട് കോളേജിലെ SFI ഇൻസ്റ്റാഗ്രാം പേജിൽ വിദ്യാർത്ഥികളുടെ പ്രതികരണം. റിപ്പോർട്ടർ, വയനാട്.